നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ നായിക രാജശ്രീയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം രാജശ്രീ, തനിനിറത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി തെലുങ്ക് ഹൈദരാബാദ് വഴി കേരളത്തിലേക്ക് വരികയും മലയാള സിനിമയുടെ പ്രിയ താരമായി മാറുകയും ചെയ്ത രാജശ്രീയെ ഏറെ നാളിന് ശേഷമാണ് ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ കാണുന്നതെന്ന് തോന്നുന്നു. അതെ. എന്തുണ്ട് വിശേഷം രാജശ്രീ? എല്ലാം നല്ലതാണ്, എല്ലാം ഓൾ ഗുഡ്. താങ്ക് യു സോ മച്ച്. എനിക്ക് യുവർ ഇൻ്റർവ്യൂയിങ് മീ ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഇൻ്റർവ്യൂ. ഇടയ്ക്ക് വിവാഹശേഷം, അതായത് ലാലേട്ടൻ്റെ രാവണപ്രഭുവാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മലയാള ചിത്രം. അതെ അതെ. മാത്രമല്ല ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നു മേഘസന്ദേശമാണെന്ന് തോന്നുന്നു. എൻ്റെ ഫസ്റ്റ് ഫിലിം എൻ്റെ ഹൈദരാബാദ് ബ്ലൂസ് ആയിരുന്നു. അതൊരു ഹിന്ദിയും ഇംഗ്ലീഷ് പടമായിരുന്നു. ഡയറക്റ്റഡ് ബൈ നഗേഷ് കുക്കുനൂർ, വെരി പോപ്പുലർ ഡയറക്ടറാണ്. സോ ഫസ്റ്റ് മൂവി അവിടെയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മേഘസന്ദേശം രാജസേനൻ സാറിൻ്റെ പടത്തിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത്, മൈ ഡെബ്യൂ ഫിലിം മലയാളത്തിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത രാവണപ്രഭുവായിരുന്നു. ഈ രണ്ട് ചിത്രങ്ങളും മലയാളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഏറ്റവും മികച്ച രണ്ട് നായകന്മാർ, ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ലാലേട്ടനും. അപ്പോൾ ഈ മേഘസന്ദേശത്തിലെ ഒരു പ്രേത കഥാപാത്രം റോസി അല്ലേ? അപ്പൊ റോസിയിൽ നിന്ന് പിന്നീട് ഒരു വില്ലന്റെ മകളായിട്ടാണ് രാവണപ്രഭുവിൽ വരുന്നത്. അപ്പൊ ഈ രണ്ട് സിനിമയും രണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള ഒരു കഥാപാത്രമായിരുന്നു. വളരെയധികം നല്ല ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് നാള് വിവാഹശേഷം ഇവിടെ അതെ, ഞാൻ അത് കഴിഞ്ഞ് വൺമോ പടം ചെയ്തു, മിസ്റ്റർ ബ്രഹ്മചാരി ചെയ്തിട്ടുണ്ടായിരുന്നു തുളസിദാസ് സാറിന്റെ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല, യുഎസിലായിരുന്നു. ഒരു 8 വർഷം അവിടെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് എൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങിയത് ഞാൻ. പക്ഷേ ഞങ്ങൾ മലയാളികളാരും മറക്കാറില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെലുങ്കിലെയും കന്നഡയിലേക്കും തമിഴിലേക്ക് കുടുംബ സദസ്സുകളിലെ ഏറ്റവും പ്രിയപ്പെട്ട താരമായി രാജശ്രീ മാറിയതാണ്. കാര്യം ഒരുപാട് തെലുങ്ക്, കന്നഡ, തമിഴ് സീരിയലുകളിലെല്ലാം നിറഞ്ഞ് നിൽക്കുകയാണെന്നാണ്. ഞാൻ കന്നഡ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ തെലുങ്കും തമിഴാണ് കൂടുതൽ ചെയ്തത്. ബിക്കോസ് ഞാൻ സെറ്റിൽഡ് ആയത്, പഠിച്ചു വളർന്നതൊക്കെ ഹൈദരാബാദിലാണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് അവിടെ തന്നെയായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴും യുഎസിൽ തിരിച്ചു വന്നപ്പോഴും പേരൻസിൻ്റെ കൂടെ അവിടെ തന്നെയായിരുന്നു കുറേ കാലം. സോ ഇപ്പോഴും അവിടെ തന്നെയാണ്. അപ്സിൻ സെറ്റിൽഡ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഹൈദരാബാദിലാണ് കൂടുതൽ അവിടെ, ബിക്കോസ് ഫാമിലി അവിടെ ആയ കാരണം അവിടെ തന്നെ ഫിലിംസും അവിടുത്തെ പിന്നെ ടെലിവിഷനും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പ്രൊസീഡായി ലൈഫ്. ഞാൻ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനിച്ചത് മഹാരാഷ്ട്രയിലാണെന്ന് പറയും. അതെ, ജനിച്ച മഹാരാഷ്ട്രയായിരുന്നു, താരാപൂരിലായിരുന്നു. അവിടെ നിന്ന് നേരെ ഹൈദരാബാദിൽ. അവിടെ എൻ്റെ മുത്തശ്ശൻ അവിടെ ജോലിയായിരുന്നു. സോ അറ്റോമിക് എനർജി പ്ലാന്റിലായിരുന്നു ജോലിയായിരുന്നു. അപ്പോൾ അവിടെ ദാറ്റ്സ് ഹൗ ഐ വാസ് ബോൺ ദേർ. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ച് വളർന്നതൊക്കെ ഇവിടെ. എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. സോ അവിടെ പഠിച്ച് വളർന്നതൊക്കെ ചെയ്ത് അവിടെയായിരുന്നു. ഈ മലയാള സിനിമയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ഈ മേഘസന്ദേശത്തിൽ ഒരു വലിയ പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ റോസി എന്ന് പറഞ്ഞൊരു പ്രേതത്തിൻ്റെ കഥാപാത്രം. അതെ, കറക്റ്റ്. പല അന്ന് സിനിമ കണ്ട പലർക്കും ആ ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഈ ഹസ്ബൻഡിനോടൊക്കെ ഒപ്പമൊക്കെ ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ അതിലെ പല രംഗങ്ങളും നമുക്ക് കാണുമ്പോഴേ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? ആൾക്കാരൊക്കെ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പെട്രോൾ ബങ്കിലൊക്കെ ഇത് പ്രേതമല്ലേ ഇരിക്കുന്നത്, റോസി അല്ലേ? ഹസ്ബൻഡ് പറയാറുണ്ട്, അയ്യോ അവരൊക്കെ വിചാരിക്കണ്ടോ ഒരു പ്രേതം കൂടെ എങ്ങനെയാ ജീവിച്ചു പോകണേന്ന്. അവനോ അതെ അതെ. സോ യെസ്, ആ ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ പതിഞ്ഞു പോയി. ബിക്കോസ് ഇപ്പോഴും ആൾക്കാർ എന്നും കാണുമ്പോഴോ എപ്പോഴും ഞാൻ ഇപ്പോൾ വിലായത്ത് ബുദ്ധി ഞങ്ങൾ ഷൂട്ടിങ് ഇൻ വെരി റിമോട്ട് ഏരിയാസ്. സോ അവിടെയും ആൾക്കാർ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നിങ്ങൾ റോസി അല്ലേ നമ്മൾ മേഘസന്ദേശത്തിൽ, പിന്നെ പറയും നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ട സിനിമയാണോ അങ്ങനെയൊക്കെ പറയും. ഞാനോ ശരി, ഒരു 20 ഓൾമോസ്റ്റ് 25 years ആയി. അതെ അതെ. പക്ഷെ അന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. നല്ല ജീൻസ് ആണ്. അമ്മയച്ഛൻ താങ്ക്ഫുൾ ആണ്. നീഡ് ബി താങ്ക്ഫുൾ ടു അമ്മ ആൻഡ് അച്ഛ. താങ്ക്ഫുൾ ടു ദം. അപ്പോൾ ഈ സാധാരണയായി നമ്മുടെ ഫിലിം സ്റ്റാർസ് എല്ലാം വിവാഹം കഴിയുന്നു, പിന്നെ അവർ നേരെ അമേരിക്കയിലേക്ക് പോകുന്നു, പിന്നെ കുറേ നാൾ കാണാറില്ല. പലരും പിന്നെ മടങ്ങി വന്ന ചരിത്രം വളരെ കുറവാണ്. പക്ഷേ വീണ്ടും രാജശ്രീ സിനിമയിലേക്ക് തന്നെ വരുന്നു. ഹസ്ബൻഡിന്റെ ഭാഗത്ത് നല്ല പിന്തുണയും കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ തമിഴിലും മികവ് തെളിയിക്കാനായിട്ട് രാജശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴിൽ ഞാനൊരു 3 പടം ചെയ്തിട്ടുണ്ട്. വൺ ഇസ് ആക്ഷൻ, സുന്ദർസിയുടെ പടമാണ്. അതിൽ വിശാലിൻ്റെ സിസ്റ്റർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്യാരക്ടറായിരുന്നു.
അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂവി കോൾ ജംഗിൾ ഇതുവരെ റിലീസായിട്ടില്ല. പിന്നെ വേറൊരു പടമുണ്ട്, അത് ഇതുവരെ അൺടൈറ്റിൽഡ് ആണ്. അത് മോസ്റ്റ് ഓഫ് ഈ ഇയർ റിലീസ് ആവുമെന്നാണ് തോന്നുന്നത്. ഒരു ഇംഗ്ലീഷ് അതൊരു പ്രേതപടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ വരുന്ന ഒരു തമിഴ് പടം, അതും പ്രേതപടമാണ്. ഇംഗ്ലീഷ് ഇതിനിടയ്ക്ക് ഇംഗ്ലീഷിലും വലിയ അഭ്യാസമൊക്കെ നടത്തിയെന്നാണ് നമ്മൾ കേട്ടത്. ഇംഗ്ലീഷിൽ ഞാനിപ്പോൾ US ഇരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫി കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് എന്നും ഈ ഫീൽഡിലായിരുന്നു താല്പര്യം. സോ അവിടെ ഫോട്ടോഗ്രാഫി കോഴ്സ്, പിന്നെ അവിടെ ഒരു ഡോക്ടറുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദ് ബ്ലൂസ് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടല്ലോ. ഈ മൂവിക്ക് ശരിക്കും നല്ലോണം പേര് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ബോംബെ ഒക്കെ പോകുമ്പോൾ അവരിപ്പോഴും അറിയുന്നത് ഹൈദരാബാദ് ബ്ലൂസ് ഗേൾ ആയിട്ടാണ് ഇപ്പോഴും അവർക്ക് അറിയുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ രോഹിത് ഷെട്ടിയുടെ കൂടെ ഒരു മൂവി ചെയ്തു. ദാറ്റ്സ് കോൾഡ് സിംഘം അഗൈൻ. ദാറ്റ്സ് ഡ്യൂ ഫോർ റിലീസ് July 15th റിലീസാണ്. അപ്പോൾ ചെറിയ ക്യാരക്ടറാണ്, നോട്ട് വെരി ലോങ് ക്യാരക്ടർ അല്ല, നല്ലൊരു ക്യാരക്ടറാണ്. സോ അത് വന്നാൽ നോക്കാം അതെങ്ങനെയാണ്, ഹൗ ഡസ് ഇറ്റ് ഫേ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും അറിയുന്നത് ഹൈദരാബാദ് ബ്ലൂസ്. ഇപ്പോൾ എങ്ങനെയാ മേഘ സന്ദേശം, എങ്ങനെയാ എൻ്റെ കൂടെ മലയാളം നമ്മുടെ ഓഡിയൻസ് എന്നെ എങ്ങനെയാണ് അറിയുന്നത് ത്രൂ മേഘ സന്ദേശം. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഓഡിയൻസ് അറിയണത് എനിക്ക് ഹൈദരാബാദ് ബ്ലൂസ് അതിൻ്റെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലയാള നടികളിൽ അപൂർവമായിട്ടായിരിക്കും. ഇംഗ്ലീഷിൽ ആരെങ്കിലും അഭിനയിച്ചായിട്ട് എനിക്ക് അത്ര അറിവില്ല ശരിക്കും പറഞ്ഞാൽ. മലയാളം സിനിമയാണ്, ഇറ്റ്സ് കമ്മിങ് എവ്രിവെയർ. ഇപ്പൊ എല്ലാവരും കാണുന്നത് മലയാളം സിനിമയാണ്. റൈറ്റ് ഫ്രം തെലുങ്ക് ആവട്ടെ ഹിന്ദി ആവട്ടെ, എവിടെ പോയി കാണുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കണേ, ഓ മാം മലയാളി ആക്ട്രസ് അല്ലേ. സോ ഐ ഫീൽ വെരി പ്രൗഡ് ദാറ്റ് ബീങ് എ മലയാളി. യുനോ, ഇപ്പോൾ എല്ലാവരും നമ്മുടെ മൂവീസ് കാണുമ്പോൾ അവർക്കൊരു ഐഡിയാസോ കണ്ടന്റോ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആസ് എ മലയാളി ഐ എം വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. So I said, yeah, we are doing this film, I'm doing it. So, but I have not worked too many for Malayalam. That is a sad point, but yeah. അതായത് പ്രേമലൂക്ക് നല്ല ഹൈദരാബാദിൽ നല്ല രീതിയിൽ ഓടിയെന്നാണ്. നമുക്ക് കേൾക്കുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമ അവിടെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഗോട്ട് ലൈഫും അതിനെപ്പറ്റി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ വന്ന് പറയണേ നല്ല ഫിലിമാണ്, സച്ച് എ ഗ്രേറ്റ് ജോബ് ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. എനിക്ക് ബ്രഹ്മയുഗം സോ ബ്യൂട്ടിഫുൾ. ഐ മീൻ മമ്മൂക്കയുടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറൈസേഷൻ അതൊക്കെ എനിക്ക് ശരിക്കും ഭയങ്കര, ആ ഒരു 3 ക്യാരക്ടേഴ്സ് കൊണ്ട് ഹി പ്ലേഡ് ദ ഹോൾ ഫിലിം. ദാറ്റ്സ് അമേസിങ്. ഈ മറ്റൊരു ഇപ്പോൾ ഈ എന്നാ തിരുവനന്തപുരത്ത് വരാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു? എൻ്റെ ഹസ്ബൻഡ് നാട് ട്രിവാൻഡ്രമാണ്, പക്ഷേ ഹസ്ബൻഡ് ദുബായിലാണ്. ഹീസ് നോട്ട് ഹിയർ, ഹീസ് ഇൻ ദുബായ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ വന്നിട്ടായിരുന്നു. NFDCയുടെ ഒരു മെമ്പറായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വിവരം ഞങ്ങൾക്ക് നേരത്തെ ഒരു ചെറിയ വിവരം കിട്ടിയിരുന്നു. അതായത് NFDCയിലേക്ക് താങ്കളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു, ഒരുപാട് പേരെ പരിഗണിക്കുന്നു, പക്ഷെ അതിൽ കൂടുതൽ ഒരു പ്രയോറിറ്റി താങ്കൾക്കാണ്, താങ്കളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു വിവരം നമുക്ക് കിട്ടിയിരുന്നു. പക്ഷെ അതൊരു സ്ഥിരീകരിക്കാത്ത ഒരു സംഭവം ആയതുകൊണ്ടാണ് നമ്മൾ എനിക്ക് അറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു കോൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ, ബിക്കോസ് വി ജസ്റ്റ് വാണ്ട് ടു ടോക്ക് ടു യു. അത് കേന്ദ്ര സർക്കാരിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ്. ഡെഫിനറ്റ്ലി അത് ഗവൺമെന്റ് നോമിനേറ്റഡ് ആകുമ്പോൾ അത് ഭയങ്കര, എനിക്ക് തന്നെ അത് വലിയ പ്രസ്റ്റീജും അത് ഭയങ്കര വലിയൊരു ഓണറാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ദേ വിൻ കൺസിഡേർഡ് മീ. സോ ശരിക്കും പറഞ്ഞാൽ ഫ്രം മൈ സൈഡ് വാട്ട് എവർ ഐ ക്യാൻ ഡു, യുനോ, ഈ ഫീൽഡിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ മാറല്ല, സെയിം ഫീൽഡിലാണ്, പക്ഷേ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഐ എം വെരി എക്സൈറ്റഡ് ആക്ച്വലി അബൌട്ട് ഇറ്റ്. അല്ലെ NFDCയിൽ അങ്ങനെ ഒരു പദവി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആയിരിക്കും നമുക്കൊരു കാഴ്ചപ്പാട് കാണുമല്ലോ. നമുക്കൊരു പദവി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം, എന്തൊക്കെ പുതിയ പദ്ധതികൾ നമുക്കതിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ജസ്റ്റ് ടുഡേ ആണ് ഇതിൻ്റെ ന്യൂസും വന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ എനിക്കും അതിനെപ്പറ്റി ഇനി കൂടുതൽ അറിയണം. ഐ എം ഓൾസോ ലേണിംഗ് ഇൻ ദ പ്രോസസ്. ബിക്കോസ് ഇതുവരെ ഞാനൊരു ആക്ടറും യുനോ ബിഹൈൻഡ് ദ ലെൻസ് എന്തൊക്കെയാണ് നടന്നത് അത് മാത്രമേ എനിക്ക് അറിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. പക്ഷേ ഇത് ഒരു പുതിയ ഡിഫറെൻറ്റ് ഒരു ലീഗാണ്, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലീഗ് ഫോർ മീ. സോ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അതിൻ്റെ സി ഫ്രം മീ ആസ് എൻ ഇന്ത്യൻ ഓർ ആസ് എ റിപ്രസെൻറ്റേറ്റീവ് ഓഫ് ഫ്രം ദ ഗവൺമെൻറ് വാട്ട് എവർ ഐ ക്യാൻ ഡു ആസ് എ മെമ്പർ, അറ്റ്ലീസ്റ്റ് നമ്മുടെ നല്ല ഫിലിംസ് കറക്റ്റ് വേയിൽ അത് പ്രസൻറ്റ് ആക്കുക. On the international grounds, how we can take it off is what I am thinking, is what എൻ്റെ അറിവിൽ what I can do it. ഞാൻ കുറേ മൂവീസ് കാണാറുണ്ട്. I see a lot of wide variety of films, right from English to നമ്മുടെ റീജിയണൽ ഫിലിംസ് ഒക്കെ കാണാറുണ്ട്. സോ അങ്ങനെ നമ്മളുടെ ഫിലിംസ് നമുക്ക് എങ്ങനെ അതിനെ ഒരു അപ്ഗ്രേഡ് ഓർ അപ്സ്കെയിൽ ആക്കാൻ പറ്റുക ഇസ് വാട്ട് മൈ ഇൻറ്റൻഷൻ ഇസ്.
obviously with the help of the government and എനിക്ക് തോന്നുന്നത് ഈ ഒരുപാട് ഭാഷ രാജശ്രീക്ക് കൈവശം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു 5 മിനിറ്റ് തന്നെ സംസാരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇംഗ്ലീഷ്, മറാത്തി, തെലുഗു, കന്നഡ, കന്നഡ അറിയില്ല, തീരെ അറിയില്ല. പക്ഷെ ബംഗാളി എനിക്കറിയാം, പഞ്ചാബി അറിയാം. അപ്പോൾ ഇത്രയും ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നത് തന്നെ ഒരു പിന്നെ ദേശീയ ലെവലിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ ഇത്തരം ഒരു പദവി കിട്ടുമ്പോൾ വളരെ നിസ്സാരം പോലെ താങ്കൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ്. കാര്യം എല്ലാ ഇന്ത്യയിൽ അറിയാമല്ലോ, എല്ലാ സിനിമയും വിവിധ ഭാഷകളിലെ സിനിമ ഇറങ്ങുന്നുണ്ട്. അതെ. അപ്പോൾ ഒരു മലയാളം മാത്രം അറിയാമെന്നുള്ള ഒരാളിന് ഒരു ഹിന്ദി സിനിമയോ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയോ ചിലപ്പം അല്ലെങ്കിൽ ഒരു തെലുഗു സിനിമയോ വിലയിരുത്താനായിട്ട് ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ NFDCയെ സംബന്ധിച്ചിടത്തോളം സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്ന് പറയുക ബഹുഭാഷയിലുള്ള സിനിമകളായിരിക്കും അല്ലേ? അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംരംഭത്തിൽ താങ്കൾക്ക് കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിയുമെന്നാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ, പരിചയപ്പെട്ട നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. I also truly believe in that, Madhu. ഞാനും അതാ ബിലീവ് ചെയ്യുന്നത്, that I can definitely contribute or do whatever I can do from my side, very honestly and very earnestly. So ആ ഒരു പ്രേയറും അതിൻ്റെ ഒരു ബ്ലെസ്സിങ് വെച്ചിട്ട് മുമ്പോട്ട് പോവുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും രാജശ്രീയുടെ ഈ പുതിയ ഉദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കൂടുതൽ ഉയർച്ചകളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല പുതിയ സിനിമകളിലും പ്രത്യേകിച്ച് മലയാള സിനിമകളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.